ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തന്തൂരി ചിക്കനാണ്. അതായത് ഗ്രില്ല് ഓവൻ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഫ്രൈങ് പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 1 kg ചിക്കനാണ് ഞാൻ എടുത്തത്. അത് ഞാനിങ്ങനെ ഇതേപോലെ 6 പീസായിട്ടാണ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഫസ്റ്റ് നമുക്കതൊന്ന് നന്നായിട്ട് വരയാം. ഇപ്പം ഞാനിത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ചിക്കൻ. ഇനി ഇതിൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാരിനേഷനിൽ അതിന് കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും തേച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ മാരിനേഷനിലാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ ചില്ലി പൗഡർ, അങ്ങനത്തെ ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റുള്ള മാരിനേഷനിൽ ആവശ്യമായ കുറച്ച് സോൾട്ട്, ഫുൾ 2 പ്രാവശ്യവും സോൾട്ട് ചേർക്കും നമ്മൾ. പക്ഷേ ഇത് ആദ്യം നന്നായിട്ടൊന്ന് ഇതിനെ തിരുമ്മി പിടിപ്പിക്കാനായിട്ട് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഈ സൈസിലുള്ളൊരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തതാണെങ്കിൽ നമുക്ക് 2 ചെറുനാരങ്ങ വേണം. ഇനി വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ ഫസ്റ്റ് മാരിനേഷന് നിങ്ങളൊരു ചെറുനാരങ്ങേൻ്റെ ഹാഫും, അതായത് സെക്കൻഡ് ഇതിലേക്ക് മാരിനേഷൻ വരുമ്പോൾ ബാക്കി പകുതി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ചെറിയ സൈസ് ആയതുകൊണ്ട് 2 എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇപ്പം ഫസ്റ്റ് മാരിനേഷനിലും പിന്നെ ഒന്ന് രണ്ടാമത്തെ സ്പൈസ് ആയിട്ടുള്ള മാരിനേഷനിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പും നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നാരങ്ങനീരും ഉപ്പും ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഈ മാരിനേഷനിൽ ചിക്കൻ മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സെക്കൻഡ് മാരിനേഷനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, 1.5 ടേബിൾ സ്പൂൺ. അതേപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത് എരിവിന് വേണ്ടിയിട്ട് പിരിയൻമുളക് പൊടി, അത് 1 ടീസ്പൂൺ. പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഒരുപാട് സ്പൈസ് വേണ്ടെന്നാണെങ്കിൽ. ഇത് നമ്മളെ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, ഇത് 1 ടീസ്പൂണാണ്. അതേപോലെ ഇത് പെരുംജീരകപ്പൊടി, അത് 1 ടീസ്പൂൺ. ഇത് നമ്മളെ ഉലുവച്ചീര, ഫെനുഗ്രീക്ക് ലീവ്സ് എന്ന് പറയുന്നില്ല, കസൂരി മേത്തി, അത് 1/2 ടീസ്പൂണാണ്, അത് വേണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ഞാനിപ്പോൾ അതിന് പകരം ജിഞ്ചർ പൗഡർ, അതേമാതിരി ഗാർലിക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആണ് അത് ആവശ്യം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും, പിന്നെ ഈ ചെറുനാരങ്ങയുടെ നീര്, അതേമാതിരി കുറച്ചും കൂടി ഉപ്പ്. പിന്നെ ഞാൻ അതിൽ എടുത്ത് വെക്കാത്തൊരു കാര്യം കൂടി വേണം, നമുക്കൊരു ഗരം മസാല പൗഡർ വേണം. നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ വേണം. അതും കൂടി എടുത്ത് ഞാൻ ഇതിലേക്ക് വെക്കാം. ഓക്കെ, അപ്പം ഞാനിതിലേക്ക് ഗരം മസാല പൗഡറും എടുത്തു. അതേപോലെ ഇത് ഗാർലിക് പൗഡറുമാണ്, ഇത് ജിഞ്ചർ പൗഡറുമാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞ് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ നമ്മളെ പൊടികളൊക്കെ ചിക്കനിലേക്ക് ചേർത്തു. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വേണം, അതായത് നമ്മളെ കട്ടിയുള്ള തൈര്. അത് തീരെ വെള്ളമില്ലാത്ത തൈരായിരിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ചായ അരിപ്പയിലോ ഇട്ടിട്ട് ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് അതും കൂടി ചേർക്കണം. അത് 2 വലിയ സ്പൂൺ തൈര് വേണം. ഇതൊന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പം നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. നാരങ്ങനീരും ആ തൈരിൽ നിന്നുള്ള വെള്ളം മാത്രം.
തൈര്, കട്ട തൈര് ചേർത്താൻ ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അടച്ചിട്ട് മാറ്റി വയ്ക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അതിലും കൂടുതൽ സമയം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. പക്ഷേ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പം നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡിയാക്കാം. അതിനിപ്പോൾ ഞാനിവിടെ ഒരു 2 സ്പൂൺ ഓയിലും 1 സ്പൂൺ ബട്ടറും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം ബട്ടർ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് പ്യുവർ ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മളിത് ഇത് ചൂടായതിന് ശേഷം ചിക്കൻ പീസസ് ഫുൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യും. ശേഷം മറച്ചിട്ടിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി കുക്കിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ ഒന്ന് ഇതിലേക്ക് വെക്കട്ടെ. ഓക്കെ, ഇതിപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് ചിക്കൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ 5 മിനിറ്റ് വെക്കണം. പിന്നെ മറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കണം. പിന്നെ വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുക, തന്തൂരി ചിക്കൻ്റെ ഒരു ഗ്രില്ല് ചെയ്തൊരു എഫക്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് മറച്ചിട്ടു. ഇപ്പോൾ ഞാൻ തീ കുറച്ചു. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ആവാനുള്ള സമയം, അത് കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. അതായത് ഈ തന്തൂരി ചിക്കനൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഗ്രില്ലിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്തൂരിൽ ചെയ്യുമ്പോഴാണ് ആ സ്മോക്കി ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ആ സ്മോക്കി ഫ്ലേവർ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് വെച്ചാൽ ഈ ചാർക്കോൾ കിട്ടുന്ന ചാർക്കോൾ ഒരു ചെറിയ കഷ്ണം കത്തിച്ചിട്ട് അത് ഇതിൽ വെക്കാം. അപ്പോൾ നമുക്ക് ചാർക്കോൾ ഇല്ലെങ്കിൽ നമുക്കൊരു ചിരട്ടേൻ്റെ ഒരു കഷ്ണം മതി, അത് കത്തിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. ഇപ്പം നന്നായി കത്തി കനലാവുന്നുണ്ട്. ഇത് ഞാനൊരു പഴയ എന്താ പറയുക, നമ്മളെ കപ്പ് കേക്ക് മോൾഡാണ്, അലുമിനിയം കപ്പ് കേക്ക് മോൾഡാണ്. നമുക്ക് ചെറിയൊരു സ്റ്റീൽ പാത്രമോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബൗള് യൂസ് ചെയ്യാം. ശേഷം ഇത് കത്തിക്കെട്ട് കഴിഞ്ഞാൽ ഇത് ചിക്കൻ്റെ നടുവിലായിട്ട് വെക്കണം. ശേഷം നമുക്കിതിലേക്കൊരു 2-3 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചിട്ട് വേഗം മൂടി വയ്ക്കാം. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതാണ്, നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ചട്നി ആണ്. തന്തൂരി ചിക്കൻ യൂഷ്വലി ഗ്രീൻ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതാണ് ഞാൻ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പമല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.